ഞാൻ പറയുന്നത്, നിങ്ങളോട് പറയുന്നത്, ജയിക്കാനല്ല സ്നേഹമുള്ളവരെ ധൈര്യം വേണ്ടത്, തോൽക്കാനാണ്. തോൽക്കാൻ ധൈര്യമുള്ളവനെ തോൽപ്പിക്കാൻ ഒരാൾക്കുമാവില്ല, ഒരു മഹ്ലൂക്കിനാവില്ല. 7 പേരായി നിയമസഭയുടെ മൂലയിൽ ചുരുണ്ടു കഴിയേണ്ടി വന്ന മുസ്ലിം ലീഗിന് തോൽക്കാൻ ഭയമുണ്ടായിരുന്നില്ല. ആ ഭയമില്ലായ്മയാണ് 20 ആൺകുട്ടികളായി കേരള നിയമസഭയിലേക്ക് മുസ്ലിം ലീഗ് തിരിച്ചു വന്നത്. നിലപാടിന്റെ പേരിൽ തോൽക്കും, സത്യസന്ധതയുടെ പേരിൽ തോൽക്കും, സ്വീകരിക്കുന്ന നിലപാടിന്റെ പേരിൽ തന്നെ നമ്മൾ തോൽക്കും. അതിന് ഭയമില്ല. ഈ അടുത്ത് നാറാത്ത് കേസ് വന്നപ്പോ എന്റെ മണ്ഡലത്തിലാണ്. ഈ തെരഞ്ഞെടുപ്പിൽ നാറാത്ത് കേസാണ് വലിയ സംഭവം എന്ന് ഇന്ന് ദേശാഭിമാനി എഴുതി കണ്ടു. ദേശാഭിമാനി എന്താ നാറാത്ത് കേസ് വന്നപ്പോ പറഞ്ഞു MLA ഒട്ടുകൊടുത്തു. അള്ളാഹു സാക്ഷി, ഞാൻ ഒട്ടുകൊടുത്തിട്ടില്ല. കാര്യം എന്താണ്? ഞാൻ അറിഞ്ഞേ കൊടുക്കും, ഒരു സംശയമോ കരുതലില്ല. പള്ളിയുടെ മേറാബിന്റെ മറവിൽ വന്ന് മതത്തെ അന്യായമായി ഉപയോഗിക്കാൻ വന്നാൽ മേറാബിന്റെ പിറകിൽ നിന്ന് പിടിച്ചു വലിച്ച് സമൂഹത്തിന്റെ മധ്യത്തിലും നിയമത്തിലും വിട്ടുകൊടുക്കും. അതിന് ഭയമൊന്നുമില്ല. അതിന് 4 വോട്ട് കിട്ടാൻ നിലത്ത് കിടന്ന് ചെരുപ്പ് നക്കി ശീലമുള്ള രാഷ്ട്രീയ പാർട്ടിയുടെ പിറകിലല്ല ഞങ്ങൾ നിൽക്കുന്നത്. ആൺകുട്ടികളെ പോലെ നിന്ന് വോട്ട് ചോദിക്കാനാണ്. അങ്ങനെ കഴിയൂ. അതാ വലിയ വിഷയം എന്ന് പറഞ്ഞു. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, അവിടുന്ന് ഒരു സംഭവം ഉണ്ടായി. ഈ അടുത്ത് ജയിലിൽ കിടക്കുന്ന കുട്ടികളുടെ അവരുടെ അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച ഒരു പരിപാടി. ആ പരിപാടിയിൽ വായിക്കുകയാണ് എന്ത്, ജയിലിൽ നിന്ന് വന്ന കത്ത് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും നെഹ്റു ഇന്ദിരാഗാന്ധി കഴിഞ്ഞ കത്തായിരുന്നു. അങ്ങനെയൊന്നുമല്ല. ആരാധി കേസൊന്നുമല്ല, സ്വാതന്ത്ര്യ സമരമൊന്നുമല്ല, പോയ കേസ് പറയാണ്. എന്നിട്ട് കത്ത് വായിക്കാൻ അൽഹംദുലില്ല, എന്തിന് ഇനിപ്പായതിന്. എന്നിട്ട് പറയാണ്, ഞാൻ ഇവിടെ നിന്ന് ഖുർആൻ പഠിക്കുകയാണ്. എന്റെ സ്നേഹമുള്ളവരെ, അത് പുറത്തുനിന്ന് പഠിച്ചിരുന്നില്ല, അങ്ങോട്ട് പോണ്ടിയിരുന്നില്ല. നേരത്തെ വായിച്ചാൽ മതിയായിരുന്നു, നേരത്തെ വായിക്കണമായിരുന്നു. വിശുദ്ധ ഖുർആൻ വായിക്കാത്തതിന്റെ കുഴപ്പമാണ്. ലോകം മുഴുക്കെ ആ ഖുർആനെ തെറ്റിദ്ധരിപ്പിക്കുന്നവരാണ് ലോകത്ത് ഇന്ന് കൂടുതൽ. സൂക്ഷ്മത വേണം.